15 കോടി രൂപ പിഴയിട്ടിട്ട് ഇത്രയും കാലം കിട്ടിയതിനു ശേഷം 1 രൂപ പിടിച്ചെടുത്തിട്ടില്ല എങ്കിൽ ഇപ്പോ എം പി രാജേഷ് അന്ന് ചോദിച്ചതുപോലെ നിങ്ങളോട് ചോദിക്കേണ്ടി വരും, എത്ര കിട്ടി? താങ്കൾ പറയുന്നത് തെറ്റാണ്. താങ്കൾ ശ്രീ രാജേഷ് ഞാൻ സംസാരിക്കട്ടെ. പുള്ളി പറയട്ടെ, ഞാനത് ആസ്വദിക്കുന്നു. പുള്ളി പറയട്ടെ. ഈ ശ്രീത്ത് പണിക്കർ എന്ന് പറയുന്ന നിഷ്പക്ഷനായിട്ടുള്ള മഹാമനുഷ്യനായിട്ടുള്ള നിരീക്ഷകൻ, അദ്ദേഹത്തിന്റെ ചില നിരീക്ഷണങ്ങളുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷം ഇവിടെ വലിയ തരത്തിലുള്ള സംരംഭങ്ങളെ, വലിയ തരത്തിലുള്ള വ്യവസായ സംരംഭങ്ങളെ, പലതരത്തിലുള്ള ചെറുകിട സംരംഭങ്ങളെ, പലതരത്തിലുള്ള പുതിയ നിക്ഷേപങ്ങളെ ഒക്കെ വളരെയധികം തകർക്കുകയാണ്. ഇതാണല്ലോ പുള്ളി പറഞ്ഞതിന്റെ ആകത്തുക. പക്ഷെ വസ്തുത എന്താണ്? കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇതൊക്കെയാണ് എനിക്ക് ചിരി വരുന്നെന്ന് പറഞ്ഞത്. ഇത് വസ്തുത വെച്ചിട്ട് സംസാരിക്കണം. എനിക്ക് ഒന്നും വേണ്ട, നിന്നെ എന്നിങ്ങനെ ജീവനോട് കണ്ടാൽ മതി. ആന്തൂർ സാജൻ വസ്തുതയാണ്. ഒന്നാമത്തെ വസ്തുത ആന്തൂർ സാജൻ. 2 സുഗതൻ. നമുക്ക് സംസാരിക്കാം. ആന്തൂർ സാജന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട് അധിക്ഷേപിച്ചുകൊണ്ട് പത്രത്തിൽ വാർത്ത അടിച്ച ആൾക്കാരാണ് നിങ്ങൾ. അതൊക്കെ നമ്മൾ കേട്ടതാണ്. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ അദ്ദേഹം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്കാണ് മറുപടി പറയുന്നത്. ഇപ്പം പറഞ്ഞ എന്താണെന്നുള്ളത് എനിക്ക് കേട്ടില്ല. ഒരു ഇരപ്പ് മാത്രമേ സാങ്കേതികമായ വിഷയമാണ്. അപ്പം ഈ പറഞ്ഞാൽ മതി. പരമ്പരാഗത മേഖലകളിൽ, കൈത്തൊഴിൽ പോലുള്ള പരമ്പരാഗത മേഖലകളിൽ, വ്യവസായ സംരംഭങ്ങളിൽ, ചെറുകിട സംരംഭങ്ങളിൽ എല്ലാം തന്നെ അഭൂതപൂർവമായ വളർച്ചയാണ് 10 വർഷത്തിനുള്ളിൽ നടന്നത്. അഭൂതപൂർവമായ വളർച്ചയാണ് 10 വർഷത്തിനുള്ളിൽ നടന്നത്. 1 ലക്ഷത്തിലധികം പുതിയ ചെറുകിട സംരംഭങ്ങൾ വരുന്നു. വ്യവസായ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി കേരളം മാറുന്നു. ഇന്ത്യക്ക് മാതൃകയാകുന്നു. അല്ലേ? ഇതൊക്കെ വസ്തുതയാണ്. ഇട പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. മാത്രമല്ല, കേരളത്തിന്റെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ കേരളത്തിന്റെ വികസന വഴികളിൽ കേരളം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ലോക മാതൃകയായി മാറുന്നതിൽ ഇടതുപക്ഷം പോലുള്ള പ്രസ്ഥാനങ്ങളുടെ ചരിത്രപരമായിട്ടുള്ള ഇടപെടലുകളുണ്ട്, സമരങ്ങളുണ്ട്, മുന്നേറ്റങ്ങളുണ്ട്. ഇവനെ തടയണ്ട, അയച്ചുവിട്ടേക്ക്. ഇവന് കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ട. അപ്പം ഈ വസ്തുതയെ നമ്മൾ തമസ്കരിച്ചുകൊണ്ട് വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലേ? മനസ്സിലായില്ലേ? വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ തുടങ്ങാല്ലേ? ഭരണത്തിന്റെ അവസാന ദിവസം വരെയും ഞാനും അദാനിയും ഭായിയാണ്, ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ണറാണ് എന്നൊക്കെ തുറമുഖ വകുപ്പ് മന്ത്രിയും അദാനിയോട് താല്പര്യമില്ല എന്ന് മറ്റു പല ഘട്ടങ്ങളിലും സംസാരിക്കുന്ന ആൾക്കാർ അദാനിയുടെ മകനെയൊക്കെ തന്നെ ഇവിടുത്തെ ചടങ്ങുകളിൽ മുഖ്യാതിഥിയായി കൊണ്ടുവന്നിരുത്തി ഒപ്പം സ്റ്റേജ് ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അവിടെ പോർട്ടുമായി ബന്ധപ്പെട്ട ചില ചടങ്ങുകളിലൊക്കെ ഞങ്ങളെ അവിടെ വേദിയിൽ ഒപ്പം ഇരുത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ഇവിടെ അന്നുണ്ടായിരുന്ന പല മന്ത്രിമാരും പരാതിയൊക്കെ പറയുന്നതൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. വെറും 2500 കോടി രൂപയ്ക്ക് താഴെ മാത്രം മുടക്കിയിരുന്ന അദാനി ചുളിവിൽ അതിൽ നിന്ന് 13,000 കോടി രൂപ ഇപ്പൊ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നു. എന്തൊക്കെ തരത്തിലുള്ള താങ്കൾ പറയുന്നത് തെറ്റാണ്. ശ്രീ രാജേഷ് ഞാൻ സംസാരിക്കട്ടെ. പുള്ളി പറയട്ടെ, ഞാനത് ആസ്വദിക്കുന്നു. പുള്ളി പറയട്ടെ. ഞാൻ പറയുകയാണല്ലോ, പ്രേക്ഷകർക്ക് കൂടി ആസ്വദിക്കാനുള്ള സമയം കൊടുക്കൂ, ഇടപെടാതെ. അതായത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നോക്കൂ, ഇവിടുത്തെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള പ്രശ്നം ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ പോലുള്ള ആൾക്കാരെ പറ്റി തന്നെയാണ് ശ്രീ രാജേഷ്. അതായത് ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംരംഭമോ ഇൻവെസ്റ്റ്മെന്റോ വരുന്ന സമയത്ത് പൊടി പിടിച്ചുകൊണ്ട് ഇവിടെ ഗതി പിടിക്കരുത് എന്ന് ചിന്തിക്കുന്ന കുറേയധികം ആൾക്കാർ ഈ സമൂഹത്തിലുണ്ട്. നമ്മളെയാണല്ലോ മച്ചമ്പി. അത്തരത്തിലുള്ള ആൾക്കാരെ കണ്ട് ആസ്വദിച്ച് ചിരിച്ച് കൈയടിച്ചിരിക്കുകയാണ് ഇവിടെയുള്ള ആൾക്കാരെന്നാണ് നിങ്ങൾ കരുതുന്നത്. അങ്ങനെയല്ല. ഈ നാട്ടിൽ ഇവിടെ പറ്റുന്ന രീതിയിലത്തേക്കുള്ള കൺഡ്യൂസീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് വരണം എന്ന താല്പര്യമുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് സത്യം എന്താണ് എന്ന് അറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. അല്ല, സത്യത്തിൽ ശ്രീ രാജേഷ് ചെറുപ്പാട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടത് ഞാനല്ല, കോൺഗ്രസുകാരല്ല, ഇവിടെയുള്ള മാധ്യമങ്ങളല്ല, CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ കൊളീഗ്സ് തന്നെയാണ്. ശ്രീ രാജേഷ് ഇവിടെ പറയുന്നത് കേട്ടിട്ട് പ്രേക്ഷകർ സത്യത്തിൽ ചിരിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കും. കാരണം ഇതിന് മറുപടി പറയേണ്ടത് ഈ പാനലിൽ ഇരിക്കുന്ന മറ്റുള്ള ആൾക്കാരല്ല. നിങ്ങളുടെ നേതാക്കന്മാരായിട്ടുള്ള EP ജയരാജനാണ്, നിങ്ങളുടെ നേതാക്കളായിട്ടുള്ള PK ശ്രീമതിയും KK ശൈലജയും അടക്കമുള്ള ആൾക്കാരാണ്. നിങ്ങളിപ്പോ ദിവ്യ എസ് അയ്യരെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ എന്താ? മെറിറ്റിന്റെ അടിസ്ഥാനത്തിലുള്ള നിയമനം, അവരുടെ ഭർത്താവ് കോൺഗ്രസിന്റെ ഉന്നത നേതാവായിട്ടും അതൊന്നും പരിഗണിക്കാതെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് മികച്ച രീതിയിലത്തേക്ക് അവർ പ്രവർത്തിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർക്കൊരു സ്ഥാനം കൊടുത്തു എന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ അവർ അദാനിയെ വിറപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഈ സൈബർ CPM ഹാൻഡിലുകളൊക്കെ തന്നെ ഈ കഥ കൊണ്ടുപോകുന്നത്. ഈ 15 കോടി രൂപയുടെ പിഴ, അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. ഞാൻ ചോദിക്കുന്നത്, ഈ പിഴ ഇട്ടിരിക്കുന്നത് എത്ര കാലം കൊണ്ടാണ്?
ഈ ഭരണത്തിന്റെ അവസാനത്തെ ദിവസമാണ് ഈ 15 കോടി രൂപ പിഴയിട്ടതെന്നാണ് താങ്കൾ പറയുന്നത്. പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതായത് അവിടുത്തെ ടേൺ അറൗണ്ട് ടൈമിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നു, ഡെസിഗ്നേറ്റഡ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ആയിരുന്നില്ല ട്രാൻസാക്ഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കാലയളവിലായിട്ട് ദീർഘമായ കാലത്തിലാണ് ഈ 15 കോടി രൂപയുടെ പിഴ എവിടെ ഇട്ടു എന്ന് പറയുന്നത്. ആ സമയത്തൊക്കെ ആരായിരുന്നു ശ്രീ രാജേഷ് കേരളം ഭരിക്കുന്നത്? CPM ഭരിക്കുന്നത്. ഈ 15 കോടി രൂപയിൽ 1 രൂപ പിടിച്ചെടുത്തിട്ടുണ്ടോ? 1 രൂപ, ഞാൻ ചോദിക്കുന്ന ഒറ്റ രൂപയാണ്. 15 കോടി രൂപ പിഴയിട്ടിട്ട് ഇത്രയും കാലം കിട്ടിയതിനു ശേഷം 1 രൂപ പിടിച്ചെടുത്തിട്ടില്ല എങ്കിൽ ഇപ്പോ MP രാജേഷ് അന്ന് ചോദിച്ചതുപോലെ നിങ്ങളോട് ചോദിക്കേണ്ടി വരും, എത്ര കിട്ടി? ചോദിക്കണ്ടേ? കാവടി കളിച്ചു പോയ ആളാ ട്രാജഡി ആയിട്ട് കിടക്കണ കണ്ടില്ലേ? അതായത് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന മെറിറ്റോറിയസ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥ 15 കോടി രൂപ അദാനിയെ പോലെയുള്ള ഒരു കുത്തക മുതലാളിക്ക് പിഴയിട്ടിട്ട് ഈ സർക്കാരിന്റെ കഴിഞ്ഞ സർക്കാരിന്റെ പിടിപ്പ് കേടുകൊണ്ട് 1 രൂപ പിരിച്ചെടുത്തില്ല എങ്കിൽ നിങ്ങൾക്ക് എത്ര കിട്ടിയെന്ന് ആൾക്കാർ ചോദിക്കും. മറുപടി ഉണ്ടോ? ഇല്ല. നിങ്ങൾ അതിനെപ്പറ്റി എങ്ങനെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഇവിടെ ആൾക്കാർ ചിരിക്കും, നിങ്ങളെ നോക്കി ചിരിക്കും. സമരം ചെയ്യാനും മലമുണ്ടാക്കാനും അല്ലാതെ വേറൊരു പണി ഞങ്ങൾക്കറിയില്ല. പിന്നെ ദിവ്യ സയ്യരെ മാറ്റുന്നത് സ്വാഭാവികം എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാ? ഞങ്ങളല്ല, ഇവിടെയുള്ള ആൾക്കാരല്ല, ഭരണത്തിലിരുന്ന ആൾക്കാരല്ല, അല്ലെങ്കിൽ ഈ മറ്റേ മാധ്യമ സ്ഥാപനങ്ങളല്ല. ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ തന്നെ അവരെ സ്വാഭാവികമായിട്ടുള്ള നടപടിയാണ് ഒരു സർക്കാർ മാറുമ്പോൾ ഉദ്യോഗസ്ഥരെ മാറ്റുന്നത് എന്ന് പറഞ്ഞ് നിങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണെന്നേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ രാജേഷ് ചിറപ്പാടി ഇവിടെ വന്നിരുന്നിട്ട് CPM ബഹിഷ്കരിച്ചിരിക്കുന്ന ഒരു ചർച്ചയിൽ വന്നിട്ട് എത്ര തലകുത്തി നിന്ന് ന്യായീകരിച്ചാലും നിങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പറഞ്ഞിരിക്കുന്ന അഭിപ്രായത്തിന് അപ്പുറത്തേക്കാവില്ല. നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാരടക്കം സൈബർ ഇടത്തിലുള്ള അവരുടെ പോരാളി ഷാജിമാരടക്കം പ്രചരിപ്പിക്കുന്ന നുണകൾ എന്തൊക്കെയാണ്. ഇപ്പൊ നമ്മൾ എന്തെല്ലാം കണ്ടു. ഈ റോഡ് പോലും ഇവിടെ ഉണ്ടാക്കേണ്ടത് അദാനിയുടെ ഉത്തരവാദിത്തം മാത്രമായിരുന്നു എന്ന് പറയുന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്വം. സത്യത്തിൽ ഈ 15 കോടി രൂപയുടെ ഫൈനിനെ പറ്റി നിങ്ങൾ പറയുമ്പോൾ കോൺട്രാക്ച്വൽ ആയിട്ടുള്ള എല്ലാ ഒബ്ലിഗേഷനും സമയബന്ധിതമായിട്ട് കഴിഞ്ഞ പിണറായി സർക്കാർ ഈ അദാനി പോർട്ടുമായി ബന്ധപ്പെട്ട് പൂർത്തീകരിച്ചിട്ടുണ്ടോ? എന്റെ ദൈവമേ, എനിക്കൊന്നും അറിഞ്ഞൂടാതെ മറുനായോട് പറഞ്ഞു കൊടുക്കണ. അതുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ സൂചി ചെയ്യാനായിട്ട് ഈ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ നോക്കിക്കഴിഞ്ഞാൽ അദാനിക്ക് പറ്റും. ഞാൻ പറഞ്ഞത് അത് അവർ ചെയ്യാതിരിക്കുന്നത് അവർക്ക് നല്ല രാഷ്ട്രീയ ബന്ധവുമായിട്ട് അവിടെ ബിസിനസ്സുമായിട്ട് പോകണം എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെയുള്ള കാര്യം എടുത്തതിന് ശേഷമാണ് ആൾക്കാർ ഇത് ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾ എന്തൊക്കെയാ പറയുക? ഈ വിദേശത്തു നിന്നൊരു കമ്പനി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന്റെ ഭാവിയെ ബാധിക്കും. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യത്തില്. ഇവിടെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ള കോൺട്രാക്ട് അതിപ്പോ പല തരത്തിലുള്ള അഭിപ്രായം ആൾക്കാർക്കുണ്ടാവും. ഇത് സംസ്ഥാന സർക്കാരിന് ലാഭം റിയലൈസ് ചെയ്യുന്നത് ഏത് സമയം മുതലാണ് തുടങ്ങിയ പല കാര്യങ്ങളിലൊക്കെ ആൾക്കാർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഒരുപക്ഷെ ഇതിനെ ഒരു നല്ല റൈറ്റ് ഓപ്പർച്യൂൺ മൊമെന്റ് ആയിട്ട് കണ്ടുകൊണ്ട് വീണ്ടും അദാനിയോട് നെഗോഷിയേറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എന്തൊക്കെയായാലും ഇവിടെ കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ, ഇവിടത്തേക്ക് കൂടുതൽ ഷിപ്പ് വന്നു കഴിഞ്ഞാൽ, കൂടുതൽ കണ്ടെയ്നർ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആർക്കാ ഗുണം ഉണ്ടാകാൻ പോകുന്നത്? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ ഭരണത്തിലിരിക്കുന്ന സമയത്ത് ഒരു നയം സ്വീകരിക്കുക, ഭരണം കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം മുതൽ വേറൊരു നയം സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇരട്ടത്താപ്പാണ്. ശ്രീ രാജേഷ് നേരത്തെ സൂചിപ്പിച്ച ആ വാക്ക് വീണ്ടും ആവർത്തിക്കുകയാണ്, അദാനി നമ്മുടെ പാർട്ട്ണറാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിരുന്ന ആൾക്കാർ ഒരൊറ്റ ദിവസത്തെ ഭരണം മാറുന്ന സമയത്തേക്ക് ഇത് മുഴുവൻ അഴിമതിയാണ്, ഇത് മുഴുവൻ അപ്പഴി തട്ടിപ്പാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് പ്രസക്തമാകുന്നത്. എങ്കിൽ ഈ അഴിച്ചിരിക്കുന്ന ഫൈനിൽ എത്ര അടപ്പിച്ചു? ഇല്ല. അവിടെയാണ് പ്രശ്നം. എന്താ എല്ലാം കയ്യിൽ നിന്ന് പോവാ. ഞാൻ പറയുന്നത് ഇങ്ങനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗതി പിടിക്കാത്ത ഒരു സംസ്ഥാനമാണ് ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യത്തിൽ കേരളം എന്നുള്ള പ്രതീതി ഉണ്ടാക്കാനായിട്ട് മത്സരിക്കുന്നത് നിങ്ങൾ അവസാനിപ്പിക്കുക. എന്നിട്ട് ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് വരട്ടെ എന്ന് ചിന്തിക്കുക. എന്ത് കാരണത്താലായാലും, രാഷ്ട്രീയ കാരണത്താലായാലും ഉൾപാർട്ടി അഭിപ്രായ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ഇന്ന് CPM-ലെ 3 പ്രധാനപ്പെട്ട നേതാക്കൾ പറഞ്ഞിരിക്കുന്ന അഭിപ്രായം CPM-ന്റെ കൺവെൻഷണൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിനോടുള്ള സമീപനത്തിന് വിരുദ്ധമാണ്. അത് ഇന്നത്തെ കാലത്തെ ആൾക്കാർക്ക് സ്വീകാര്യമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ ആൾക്കാർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാകട്ടെ. തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നവരാണല്ലോ ഈ തൊഴിലാളി പാർട്ടിക്ക് കൂടുതൽ അവസരം ഉണ്ടാകുന്നത്. നിങ്ങൾ അതെങ്കിലും ചിന്തിക്കുക. അതല്ലാതെ ഈ ഇവിടുത്തെ അദാനി എന്ന് പറയുന്ന മുതലാളി മാത്രമല്ലല്ലോ പൈസ ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇവിടേക്ക് വരുന്ന നല്ല സംരംഭങ്ങളെ നിരുത്സാഹപ്പെടുത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത് എന്നുള്ളത് മാത്രമാണ് ശ്രീ രാജേഷിനോടും അതുവഴി ഇവിടെയുള്ള ഈ പദ്ധതികളെ എതിർക്കുന്ന ആൾക്കാരോടുമുള്ള ഈ നാട്ടിലെ ഒരാൾ, തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരാൾ, കേരളം നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ എന്ന രീതിയിലേക്കുള്ള അഭ്യർത്ഥന. ഈ വിഷയം ഇതോടുകൂടി പൂർത്തിയാക്കുകയാണ്. എൻ്റെ അഭിപ്രായം ഞാൻ പറയുകയാണ്. അപ്പോൾ പിണറായി വിജയനും EP ജയരാജനും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തിൽ നയപരമായിട്ടുള്ള വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് സംഘടനയ്ക്കകത്ത് കേന്ദ്ര കമ്മിറ്റി കൂടുന്നുണ്ട്, പറഞ്ഞു തീർക്കും. ഇവിടെ വിഴിഞ്ഞം പോർട്ടുമായി അല്ലല്ല ഞാൻ പറയട്ടെ. അപ്പൊ ഇവിടെ ഒരഭിപ്രായ ഭിന്നത ഈ വിഷയത്തിൽ പാർട്ടിയുടെ പ്രത്യയശാസ്ത്ര പ്രശ്നമല്ല. ശ്രീ അയ്യപ്പദാസ് ഒരു കാര്യം മനസ്സിലാക്ക്.
അയ്യപ്പദാസ് ഒരു കാര്യം മനസ്സിലാക്കാൻ എനിക്ക് പറഞ്ഞു തരൂ. ഞാൻ മനസ്സിലാക്കാൻ കാത്തിരിക്കുന്നു. പ്രത്യയശാസ്ത്ര വിഷയമല്ല ഇത്. നമ്മുടെ കേരളത്തിലെ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലുള്ള നിലപാടാണ്, ഇടതുപക്ഷ നിലപാടാണ്. ആ ഇടതുപക്ഷ നിലപാട് ഏതാണ് ഇടതുപക്ഷ നിലപാട്? പിണറായി വിജയന്റേതോ ഇ.പി. ജയരാജന്റേതോ? വഴിയരികിൽ പേഴ്സും ബെൽറ്റും വിൽക്കാനിരിക്കുന്ന ആളിനെയും മുറുക്കാങ്കട നടത്തുന്ന ആളിനെയും സംരംഭക പട്ടികയിൽ ഉൾപ്പെടുത്തി ചുരുങ്ങിയ സമയത്തിൽ ഇവിടെ 3 ലക്ഷം പുതിയ നിക്ഷേപകർ ഉണ്ടായി എന്ന് അവകാശപ്പെട്ട് നാണം കെട്ട സർക്കാരാണ് കഴിഞ്ഞ സർക്കാർ. ഇത് തീർന്നില്ലേ? ഒരു ഗുണ്ട തല്ലുന്നതിനൊക്കെ ഒരു അതിലുണ്ട്. ഇനി ശ്രീ രാജേഷ് പറഞ്ഞതുപോലെ ഇവിടുത്തെ ഓരോ നിക്ഷേപകരും നേരിട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ ആന്തൂരിലെ സാജനിലും പി സുഗതനിലും ആ ചർച്ച തുടങ്ങണം. അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ താങ്കൾ തയ്യാറാണ്. ഒരു സെക്കൻഡ്, തീർന്നില്ലല്ലോ, സമയം കളയല്ലേ? അങ്ങയുടെ സമയത്ത് ഇവനല്ലേ ഇവിടെ ഇതൊന്നും കൊണ്ടത്. അടുത്തത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വിഴിഞ്ഞത്ത് നിക്ഷേപം. ഞാനും സംസാരിക്കുക ശ്രീ രാജേഷ്. അപ്പോ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം വിഴിഞ്ഞത്ത് നിക്ഷേപം ഉണ്ടാകുന്നതിന് ഞങ്ങൾ പ്രശ്നമല്ല, ഞങ്ങൾ അതിൽ തടസ്സമല്ല എന്ന് ശ്രീ രാജേഷ് പറയുമ്പോൾ സെബിക്ക് പിണറായി വിജയൻ അയച്ചിരിക്കുന്ന കത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ കാര്യമാണെന്ന് വിശദീകരിച്ചാൽ മതി. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ, സഹിക്കുക അല്ലാതെ എന്ത് ചെയ്യാ. ഈ ഇടപാട് എന്ന് പറയുന്നത് ഈസ് ഡെട്രിമെന്റൽ ടു പബ്ലിക് ഇൻട്രസ്റ്റ് എന്നാണ്. അതായത് പൊതു താല്പര്യത്തിന് ഹാനികരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, സംസ്ഥാന സർക്കാർ 2 കാര്യത്തിലാണ് ഈ ഒരു കരാറിനെ വിലയിരുത്തുന്നത്. ഇതിന് അപ്രൂവലിന് കൊടുക്കുന്ന സമയത്ത് 25% മുകളിലുള്ള സ്റ്റേക്ക് ഡൈവേസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ഒന്നാമത്തേത് രാജ്യസുരക്ഷയും രണ്ടാമത്തേത് പൊതുതാൽപര്യവുമാണ്. അപ്പൊ ഇത് പൊതുതാൽപര്യത്തിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ പിണറായി വിജയൻ ഇഫക്റ്റീവ്ലി ഇവിടെ ശ്രമിക്കുന്നത്, അഥവാ CPM ഇവിടെ ശ്രമിക്കുന്നത് ഈ പദ്ധതിയെ ഇല്ലാതാക്കാനാണ്. മനസ്സിലായി. എടാ നാറി, നിനക്ക് നാണമുണ്ടോ? അതിനെ താങ്കൾ എത്ര പുട്ടി കൊണ്ടിട്ട് കഴിഞ്ഞാലും അത് വെളുപ്പിക്കാനായിട്ട് കഴിയില്ല. ഇനി മൊണോപ്പൊളിയെ പറ്റി താങ്കൾ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് 26% മാത്രം ഒന്നാമത്തെ വർഷം കീപ്പ് ചെയ്താൽ മതി എന്നുള്ള ഒരു കണ്ടീഷൻ 10 വർഷം ഇവിടെ പിണറായി വിജയനായിരുന്നല്ലോ മുഖ്യമന്ത്രി. ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച മനുഷ്യന്റെ വായിൽ കൂടി കേൾപ്പിച്ചപ്പോ നിനക്ക് തൃപ്തിയായില്ലടാ. അതിന് ആ കരാർ അദാനിയെ അനുവദിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ആ കരാർ തമിഴ്നാട്ടിലെ 800 പോർട്ട് ഉണ്ടല്ലോ, അവിടെ അദാനിയുടെ 49% ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? 50% ഇപ്പോഴും നോൺ എംബസി. നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. കുറെ സമയമായിട്ട് കളിയാക്കണ്. കേരളത്തിൽ LDF 10 വർഷമായിട്ടുള്ള LDF സഹ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് വിഴിഞ്ഞം പോർട്ടിൽ കൃത്യമായിട്ടുള്ള ആ വിഴിഞ്ഞം പോർട്ടിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിരിക്കും ശ്രമിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആര് വിശ്വസിക്കും? സുഹൃത്തെ, എന്താണ് നിങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നത്? എന്താണ് പറഞ്ഞുകൊണ്ട് വരുന്നത്? നിയമവിധേയമായ ഒരു കരാറിനെ, സാധ്യമായ ഒരു കരാറിനെ എതിർക്കുമ്പോൾ മനസ്സിലാവേണ്ടത് അഭിമാനപരമായി നിങ്ങൾ വെറുതെ അനിയാ പോട്ടെ, അമ്പിമനെ പോട്ടറ സാറേ, ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ.